2024 BDS കട്ട് ഓഫ് സ്ട്രേ റൗണ്ടിൽ അത് പൊതുവേ കീമിൻ്റെ സൈറ്റിൽ അവൈലബിൾ അല്ല. സോ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് ആക്ച്വലി അത്. സോ നമ്മുടെ നോർമലുള്ള അലോട്ട്മെൻറ്റിനേക്കാളും താഴെ പോവോ അതെയോ അതിനേക്കാളും മേളിലേക്കായിരിക്കും റാങ്ക്, എല്ലാ സ്റ്റുഡൻസിൻ്റെ ഡൗട്ടാണ്. സോ അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതെ, ഇപ്പോൾ കീമിൽ നമുക്ക് തേർഡ് റൗണ്ട് കഴിഞ്ഞ് നിൽക്കുവാണ്. ഒരുപാട് കുട്ടികൾ സീറ്റ് കിട്ടാൻ നിൽപ്പുണ്ട്. നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ നല്ല ഹൈ ലെവലിലാണ് ഇതിൻ്റെ കട്ട് ഓഫ് നിൽക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, തേർഡ് റൗണ്ടാണ് ഏറ്റവും ലീസ്റ്റ് കട്ട് ഓഫ് വരുന്നത്. അതെ അതെ, MBBS ഗവൺമെൻറ്റിന് വ്യത്യാസമാണ്. ബാക്കിയുള്ള BDSനായിക്കോട്ടെ MBBS സെൽഫ് ആയിക്കോട്ടെ, തേർഡ് റൗണ്ട് MBBS BDSൻ്റെ കൗൺസിലിംഗ് ആണ് ഏറ്റവും ലീസ്റ്റ് കട്ട് ഓഫ് വരുന്നത്. അതെ അതെ. ഇപ്പം കഴിഞ്ഞ വർഷത്തെ കൗൺസിലിംഗ് നോക്കുവാണെങ്കിൽ, കഴിഞ്ഞ വർഷം കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു A കാറ്റഗറി കോളേജിൽ BDS കിട്ടണമെങ്കിൽ 18,375 വേണമായിരുന്നു സ്ട്രേ റൗണ്ടിൽ. 1-2 കോളേജിന് ഏറ്റവും ലീസ്റ്റ് കിടക്കുന്ന കോളേജിന് ഒഴിവാക്കി. തേർഡ് റൗണ്ടിൽ എനിക്ക് വന്നൊരു 25,000 വരെയുള്ളവർക്കൊക്കെ അത്യാവശ്യം നല്ല കോളേജ്, അത്യാവശ്യം നല്ലപോലെ 30,000 വരെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷം ഏറ്റവും ഒരു B ഗ്രേഡ് കോളേജിൽ കിട്ടാൻ വേണ്ടി 25,000 വേണമായിരുന്നു. സോ ഒരു 25,000 മാർക്കിൽ താഴെ, റാങ്കിൽ താഴെയുള്ള ആർക്കും എന്താണ് ഈ പറഞ്ഞ BDSന് സ്ട്രെയിൽ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാൻ ഒരു പോസിബിലിറ്റി കുറവാണ്. 2024 കട്ട് ഓഫ് വെച്ച് നോക്കും. ഈ വർഷം സിറ്റുവേഷൻ കൂടുതൽ ടൈറ്റാണ്. മാത്രമല്ല ഒരു കോളേജ് ഇപ്പം ലിസ്റ്റിൽ വന്നിട്ടില്ല. അത് ചിലപ്പോൾ വരാൻ പോസിബിലിറ്റി ഉണ്ട്. വന്നാൽ പോലും നമുക്ക് ഈ 30,000 താഴെയുള്ള എന്ന് പറഞ്ഞാൽ നിലവിൽ BDS ഓപ്ഷൻ കൊടുത്ത് കിട്ടാത്തവർക്ക് മാത്രമാണ്. നിങ്ങളുടെ മാർക്കിനേക്കാളും താഴെ ആണ് കിട്ടിയേക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് തേർഡ് റൗണ്ട് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുവരെ BDS സീറ്റ് കിട്ടിയില്ല. ഇനിയിപ്പോൾ ഫോർത്ത് റൗണ്ട് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നത് തികച്ചും മണ്ടത്തരം തന്നെയാണ്. അതുകൊണ്ട് കൗൺസിലിംഗ് കൂടെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ കൊടുത്തിരുവാണെങ്കിൽ നിങ്ങളുടെ ഒരു വർഷം പോകാതിരിക്കാനായിട്ട് പറ്റും. BAMS അലോട്ട്മെൻറ്റ്സ് ഈ പറഞ്ഞ പോലെ സ്ട്രേ റൗണ്ടിൽ കൊടുത്താലും കൃത്യമായിട്ട് ഓപ്ഷൻ അറേഞ്ച് ചെയ്താൽ ഒരു സീറ്റ് കിട്ടുമെന്നുള്ള കാര്യം ഗ്യാരണ്ടീഡാണ്. സോ അത് 113 സ്കോറുള്ളവർക്ക് വരെ കഴിഞ്ഞ റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. ഈ റൗണ്ടിൽ കിട്ടാനൊരു പോസിബിലിറ്റി ഉണ്ട്. സോ ഒരു 60 സീറ്റ്സ് എടുത്ത് അലൈഡിന് വേക്കൻസി ഉണ്ട്. അലൈഡ് എടുത്താലും നമുക്ക് BAMS എടുത്ത് നിന്നാൽ പോലും നമുക്ക് BDSൻ്റെ സ്ട്രേ റൗണ്ടിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കുന്നതിന് ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. സോ ഇതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.